ചെന്നൈ LSG മത്സരം വിജയ് ശങ്കർ പുറത്തായതിനു ശേഷം മഹേന്ദ്ര സിംഗ് ധോണി ക്രീസിലേക്ക് വരികയാണ്. ആ സമയത്ത് തന്നെ ഏതാണ്ട് 20 റൺസിന് മുകളിൽ, പന്തിനേക്കാൾ 20 റൺസിന് മുകളിൽ ലക്ഷ്യം എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷൻ നമുക്കറിയാം, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഒരുപാട് തവണ നമ്മൾ ധോണിയെ കണ്ടിട്ടുള്ളത്. ഈ ഒരു സിറ്റുവേഷൻ ധോണിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിറ്റുവേഷനാണ്. ധോണി അനായാസം വിജയലക്ഷ്യങ്ങൾ ഒരുപാട് മറികടന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ധോണി ക്രീസിലേക്ക് ഇറങ്ങുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന ആരവം നമുക്കറിയാം. 1% പോലും വിജയ സാധ്യത ഇല്ലാത്ത ഒരു മത്സരത്തിൽ പോലും ധോണി അപ്പുറമുണ്ടെങ്കിൽ ആ കളി ജയിക്കും എന്ന രൂപത്തിലുള്ള ഒരു ചിന്താഗതി ആരാധകരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അദ്ദേഹം കളിച്ചിരുന്ന, അല്ലെങ്കിൽ 2003 മുതൽ അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ചിരുന്ന കാലം തൊട്ട് ഈ 2025 വരെ, ഈ 22 കൊല്ലം ധോണി ക്രീസിലുള്ളപ്പോൾ 1% പോലും വിജയ സാധ്യതയില്ലാത്ത മത്സരം അദ്ദേഹം ഫിനിഷ് ചെയ്യുമെന്നുള്ള വിശ്വാസം എപ്പോഴും ആരാധകരുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിശ്വാസം ഇന്നും ഉണ്ടായിരുന്നു. കാരണം ധോണി ഫിനിഷസ് ഓഫ് ഇൻ സ്റ്റൈൽ എന്ന ആ ഒരു 2011 വാങ്കഡയിലെ ആ സിക്സർ അടിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ആ നോട്ടം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫിനിഷ് ഈ മത്സരത്തിലും ധോണി ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു. കാരണം അത് മഹേന്ദ്ര സിംഗ് ധോണിയാണ്. സച്ചിൻ ടെണ്ടുൽക്കർ ഔട്ടായപ്പോൾ TV ഓഫ് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ആരാധകരെ, അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്രേമികളെ വീണ്ടും TV ഓൺ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നതാണ് മഹേന്ദ്ര സിംഗ് ധോണിയുടെ പൊസിഷൻ ഇന്ത്യൻ ക്രിക്കറ്റിൽ, അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിൽ എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ധോണി ക്രീസിലേക്ക് വരുമ്പോൾ തീർച്ചയായും ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് ഇതുപോലൊരു വെടിക്കെട്ട് ഇന്നിംഗ്സ് ആയിരുന്നു, ഇതുപോലൊരു ഫിനിഷിംഗ് തന്നെയായിരുന്നു. ധോണി ക്രീസിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം 20 റൺസെങ്കിലും ബോളും റൺസും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് അദ്ദേഹം പതിയെ കുറച്ചു വരുന്നു. മറുവശത്ത് റൺസ് കണ്ടെത്താൻ പാടുപെടുന്ന മറ്റൊരു ഇമ്പാക്ട് പ്ലെയർ ഉണ്ടായിരുന്നു ശിവൻ ദൂബെ. നമുക്കറിയാം ശിവൻ ദൂബെയാണ്, അദ്ദേഹം ധോണിയേക്കാൾ എത്രയോ യങ് ആണ്. അതുമാത്രമല്ല ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ശിവൻ ദൂബെയുടെ ഹിറ്റിംഗ് അബിലിറ്റി നമുക്കറിയാം. അങ്ങനെയുള്ള ശിവൻ ദൂബെ അപ്പുറത്ത് റൺസ് കണ്ടെത്താൻ പാടുപെടുന്ന ഘട്ടത്തിലാണ് മഹേന്ദ്ര സിംഗ് ധോണി, ആരാധകരുടെ പ്രിയപ്പെട്ട മഹി, ക്രീസിലേക്ക് എത്തുന്നത്. ശിവൻ ദൂബെയുടെ സ്ട്രഗിൾ അവിടെ നിൽക്കുമ്പോൾ ആ സമയത്ത് തന്നെ ഓരോ പന്തുകളും അദ്ദേഹം ഡോട്ട് ആക്കുമ്പോൾ ആ സമയത്ത് സമ്മർദ്ദം ഒരുപാട് കൂടുതലാണ്. പക്ഷേ തീരുമാനിച്ചുറപ്പിച്ച ഒരു ഇന്നിംഗ്സ് തന്നെയാണ് ഇന്ന് കാഴ്ചവെച്ചത്. അദ്ദേഹം മറുവശത്ത് നിന്നും അനായാസം ബൗണ്ടറികൾ നേടുന്നു. ഇതിനിടെ ഒറ്റ കൈയിൽ എന്ന പോലെ അദ്ദേഹത്തിന്റെ പ്രതാപകാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു സിക്സർ നേടുന്നു. ആ ഒരു റൺ റേറ്റ്, അല്ലെങ്കിൽ ബോളും റൺസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അദ്ദേഹം കുറച്ച് കൊണ്ടുവരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇന്നിംഗ്സ് തന്നെയാണ് ഒരുപാട് മത്സരങ്ങളിലായി ചെന്നൈക്ക് മിസ്സായ ഇന്നിംഗ്സ്. മഹേന്ദ്ര സിംഗ് ധോണിയുടെ പ്രതാപകാലത്തെ അനുസ്മരിപ്പിക്കുന്ന ആ ഒരു ഇന്നിംഗ്സ് ആണ് അദ്ദേഹം ഇന്ന് കാഴ്ചവെച്ചത്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു മത്സരത്തിൽ ചെന്നൈയുടെ വിജയത്തിന്റെ ഏതാണ്ട് മുഴുവനല്ലെങ്കിലും ഒരു 80% ക്രെഡിറ്റും മഹേന്ദ്ര സിംഗ് ധോണിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കാരണം ചെന്നൈയുടെ നിര എടുത്തു നോക്കുകയാണെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോണിയും 10 പേരും എന്ന നിലയിൽ തന്നെയായിരുന്നു ചെന്നൈയുടെ ബാറ്റിംഗ് ലൈനപ്പും ബോളിംഗ് ലൈനപ്പും. ഈ ഒരു ടീമിലേക്ക് വരുമ്പോൾ നമുക്കറിയാം T20 ക്രിക്കറ്റിൽ അത്രയൊന്നും പ്രഭാവമില്ലാത്ത രാഹുൽ ത്രിപാഠിയും വിജയ് ശങ്കറും ഒക്കെയാണ് ഈ ടീമിലുള്ളത്. ഓപ്പണറായി പുതിയൊരു കളിക്കാരൻ ഷെയ്ഖ് റഷീദ് എന്ന പുതിയ കളിക്കാരനാണ്. രച്ചിൻ രവീന്ദ്ര, അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പിച്ച വെച്ച് തുടങ്ങുന്നതേയുള്ളൂ. രവീന്ദ്ര ജഡേജയും ധോണിയും മാത്രമാണ് ഈ ടീമിലെ അനുഭവ സമ്പന്നരായ താരങ്ങൾ. അപ്പോൾ ബാറ്റിംഗ് ലൈനപ്പ് നോക്കുകയാണെങ്കിലും വളരെ ശുഷ്കമായ ഒരു ബാറ്റിംഗ് ലൈനപ്പാണ് CSKക്കുള്ളത്. മറുവശത്ത് ലക്നൌവിനാവട്ടെ വളരെ മികച്ച രീതിയിൽ ഋഷഭ് പന്തും നിക്കോളാസ് പൂരനും ഒക്കെ അടങ്ങിയ, മാർക്രമൊക്കെ അടങ്ങിയ വളരെ മികച്ച ഒരു ബാറ്റിംഗ് ലൈനപ്പാണ്. അപ്പോൾ അത്രയും മികച്ച ഫോമിലുള്ള ലക്നൗ ബാറ്റിംഗ് നിരയെ 166 റൺസിൽ ഒതുക്കുന്നതിൽ തീർച്ചയായും ധോണിയുടെ ബോളിംഗ് വിന്യാസം വളരെ വലിയ രീതിയിൽ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന് അനുഗ്രഹമായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ ഒരു മത്സരത്തിൽ ആദ്യ ഓവറിൽ തന്നെ ത്രിപാഠിയുടെ മനോഹരമായ ക്യാച്ചിൽ മാർക്രം ഔട്ടാകുന്നു. അതിനുശേഷം ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി വിക്കറ്റുകൾ ബോളർമാർ നേടുകയും ഈ ബോളർമാരെ കൃത്യമായ രീതിയിൽ പ്ലേസ് ചെയ്യുകയും ചെയ്തു മഹേന്ദ്ര സിംഗ് ധോണി. അതുപോലെ വിക്കറ്റിന് പിറകിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസും ഈ മത്സരത്തിൽ നമുക്ക് കൃത്യമായും കാണാൻ സാധിച്ചു. കാരണം അദ്ദേഹം ഒരു സ്റ്റംപ് ചെയ്യുകയുണ്ടായി രവീന്ദ്ര ജഡേജയുടെ പന്തിൽ. അതുപോലെ അവസാന ഓവറുകളിൽ ബാറ്റ്സ്മാനെ റൺഔട്ട് ആക്കിയുള്ള അദ്ദേഹത്തിന്റെ ഒരു ഡയറക്റ്റ് ത്രോ ഉണ്ടായിരുന്നു. ഒരു ഫോളിംഗ് ലീഫ് കിക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ആ പന്ത് നോൺ സ്ട്രൈക്കർ എൻഡിലെ വിക്കറ്റിലേക്ക് പറന്നിറങ്ങി അദ്ദേഹം ആ ഒരു റൺഔട്ട്, നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രസൻസ് ഓഫ് മൈൻഡാണ് ആ സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ മഹേന്ദ്ര സിംഗ് ധോണിക്കാണ് ഈ വിജയത്തിന്റെ വലിയ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. തീർച്ചയായും ഈ ഒരു നിരയെ ചെന്നൈ സൂപ്പർ കിങ്സ് നമുക്കറിയാം കഴിഞ്ഞ മത്സരങ്ങളെല്ലാം തോറ്റുകൊണ്ട് ഇടക്ക് ഋതുരാജ് ഗെയ്ക്വാദിൽ നിന്നും അദ്ദേഹത്തിന് പരിക്കായി പുറത്തായതിനു ശേഷം മഹേന്ദ്ര സിംഗ് ധോണി എന്ന ലെജൻഡ് 5 തവണ IPL കിരീടം നേടിയ, ഇന്ത്യക്ക് വേണ്ടി 2 ലോകകപ്പുകൾ നേടിക്കൊടുത്ത മഹേന്ദ്ര സിംഗ് ധോണി എന്ന
ക്യാപ്റ്റൻ കൂൾ അദ്ദേഹം ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നു. ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് വലിയ രീതിയിൽ തന്നെ പരാജയപ്പെടുന്നു. പക്ഷേ ഈ മത്സരത്തിലും ചെന്നൈ തോക്കുമെന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ നിന്നും മാറിക്കൊണ്ട് മഹേന്ദ്ര സിംഗ് ധോണി അവസാന നിമിഷം ഇറങ്ങി അദ്ദേഹത്തിന്റെ പ്രതാപകാലത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് കളി ഫിനിഷ് ചെയ്യുന്നു. ഒരറ്റത്ത് മറ്റു ബാറ്റ്സ്മാൻമാരൊക്കെയും റൺസ് കണ്ടെത്താൻ പാടുപെട്ടിരുന്ന ആ ഒരു സമയത്താണ് ധോണി ഈ മത്സരം അദ്ദേഹം വളരെ കൂളായിക്കൊണ്ട് തന്നെ റൺസ് അതിവേഗം നേടിക്കൊണ്ട് ഈ മത്സരം ചെന്നൈയെ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 5 വിക്കറ്റിന് ഈ മത്സരം ചെന്നൈ വിജയിച്ചപ്പോൾ തീർച്ചയായും അതിന്റെ വലിയ ക്രെഡിറ്റ് മഹേന്ദ്ര സിംഗ് ധോണിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മറുവശത്ത് ഋഷഭ് പന്ത് ഫോമിലേക്ക് എത്തി എന്നുള്ളതാണ് ഗോയങ്കയുടെ ലക്നൗ സൂപ്പർ ജയൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോസിറ്റീവ്. അതുപോലെ തീർച്ചയായും മഹേന്ദ്ര സിംഗ് ധോണി ഈ ഒരു മത്സരത്തിൽ ചെന്നൈയെ വിജയത്തിലേക്ക് എത്തിച്ചതോടെ പോയിന്റ് ടേബിളിലും ഒരു പടി അവർ മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. അതായത് പ്ലേ ഓഫിൽ എത്തില്ല എന്ന ഘട്ടത്തിൽ നിന്നും ഇനിയുള്ള മത്സരങ്ങളൊക്കെയും ജയിക്കുകയാണെങ്കിൽ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താനും CSKക്ക് ഈ ജയം കൊണ്ട് സാധിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും.